മെഡിക്കൽ കോളേജ് മേധാവി ഉന്നയിച്ച വിഷയം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പല്ലവി, അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം നടക്കുമ്പോഴും നടക്കുന്നതിന് മുമ്പ് ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് യാതൊരു സമിതിയില്ല. 9 വർഷമായിട്ട് നമ്മുടെ സർക്കാരിന് അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. എന്തെങ്കിലും നടക്കണം, ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക് സ്പേസിൽ ജനങ്ങളുടെ ശ്രദ്ധ നേടിക്കൊണ്ട ഒരു വിഷയം പൊതുമധ്യത്തിലേക്ക് വരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് ഒരു സമിതി വരും. അപ്പോഴും പിന്നെയും കാര്യങ്ങൾ സുഗമമായിട്ടാണോ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് സമിതി ഉണ്ടോ? ഇല്ല. അടുത്തതായി, ഈ വിഷയം ഉന്നയിച്ച വ്യക്തിനെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ പൊക്കിയടിക്കുന്നത്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ആ ഒരു സീനാണ് കാണാൻ പോകുന്നത്. കണ്ടോളൂ. ഡോക്ടർ ഹാരിസ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം കൈക്കൂലിയൊന്നും വാങ്ങാറില്ല. വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അടുത്തതായിട്ടും ഇനിയും ഇദ്ദേഹത്തെ പൊക്കി പറയുന്ന ഒരുപാട് സംഗതികൾ കേൾക്കാം. അതോടൊപ്പം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് കള്ളത്തരമാണ്, ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ ഇതിനും കൂടുതൽ സർജറി ഒക്കെ നടന്നിട്ടുണ്ട്, ഉപകരണങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, അതിന്റെ കണക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അന്വേഷണ സമിതിനെ നിയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നോക്കൂ. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിലെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഔട്ട് പേഷ്യൻസ്, OP യിൽ എത്തുന്ന രോഗികളുടെ എണ്ണം, IP യിൽ എത്തുന്ന രോഗികളുടെ എണ്ണം, അവിടെ നടത്തുന്ന സർജറികളുടെ എണ്ണം, യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ നടത്തുന്ന സർജറികളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. കേട്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ഹാരിസ് നല്ല മനുഷ്യനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അവിടെ ഒരു പക്ഷേയുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പൊതിഞ്ഞു പറയുന്നത് ഇതാണ്, ഇദ്ദേഹം പറയുന്ന പോലെ അല്ല. ഈ അന്വേഷണ സമിതിനെ നിയോഗിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ 1 വർഷമായിട്ട് ഉപകരണങ്ങളില്ല, അല്ലെങ്കിൽ ഉപകരണങ്ങളായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സാധനങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇവരത് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നതാണോ? അല്ല, മറിച്ച് അന്വേഷിക്കാൻ പോകുന്നത് സർജറികളുടെ എണ്ണമാണ്. എന്തിനു വേണ്ടിയാണ്? അത് ക്യാപ്സൂൾ ഉണ്ടാക്കാനാണ്, ആൾക്കാരെ ബോധിപ്പിക്കാൻ. ഇദ്ദേഹം പറഞ്ഞതല്ല സത്യം. ഇദ്ദേഹം മറ്റെന്തോ പ്രേരണ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇദ്ദേഹത്തിന് ഇട്ട് വരുന്ന പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടോ. ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉൾപാർട്ടി രാഷ്ട്രീയം ഇവിടെ അനുവദനീയമല്ല. ജനങ്ങൾക്കൊപ്പം നിന്ന് സത്യം പറയാന്ന് പറയുന്നത് ചെയ്യാനേ പാടില്ല. അതും നിലമ്പൂർ ഇലക്ഷനിൽ ഇങ്ങനെ തോറ്റു തൊപ്പിയിട്ട് 3ാം പിണറായി സർക്കാർ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നല്ല പണി തന്നെ നിങ്ങൾക്ക് കിട്ടും. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു MRI എടുക്കാൻ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന നമ്മുടെ ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിൽ വന്ന് MRI എടുത്ത് പോകുന്ന സ്ഥിതി. അതെ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല മെഡിക്കൽ സർവീസ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ടോട്ടൽ ഇന്ത്യയിലാണ് എന്ന് തന്നെ പറയാം. കേരളത്തിലാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ തള്ളാണല്ലോ നമ്പർ 1. ഈ MRI എടുക്കുന്ന കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. അപ്പോ അമ്മയുടെ ഈ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്കാന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. സ്കാന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് സ്കാനിന് ബുക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും കിട്ടുന്നത്? ഞാൻ അമ്മയും കൊണ്ട് പോകുന്നത് മാർച്ചിലാണ്, 2021 മാർച്ചില് ചെന്ന എനിക്ക് അമ്മയുടെ സ്കാനിങ്ങിന് ഡേറ്റ് എഴുതി തരുന്നത് സെപ്റ്റംബറിലാണ്. എന്റെ അമ്മ ജൂൺ 15-ാം തീയതി മരിച്ചു. അതായത് ഈ പറഞ്ഞ ഡേറ്റ് വരെ പോലും അമ്മ ജീവിച്ചില്ല. ഇതാണ് ഇവിടത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്കാനിങ് സംവിധാനം. നിങ്ങൾ ഈ പറയുന്നത് ഗവൺമെന്റിൽ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും പ്രൈവറ്റിലാണ് ഇത് ചെയ്യുന്നത്. എത്ര കോസ്റ്റ് ആയാലും അത്രയും അവശരായ രോഗികളായതുകൊണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അവിടെ എന്നാൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുവാണ്, പക്ഷേ എക്യുപ്മെന്റ് ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ സംഗതി. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്തെന്നാ ഈ പറയണത്? ഞങ്ങളിപ്പോ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങള് മണ്ടന്മാരാണോ? ഞങ്ങളാണോ നുണ പറയുന്നത്? അതോ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വാക്കുകളിലും പേപ്പറിലും ഉള്ള നമ്പർ 1 കേരളത്തെ എവിടെ ചെന്നാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും? സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ ശരിയാണ് മന്ത്രി പറഞ്ഞത്. അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. തീർച്ചയായും 9 വർഷത്തെക്കാളും കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. ആൾക്കാർ അത്രത്തോളം പൈസ ഇല്ലാത്ത വിലക്കയറ്റം കൊണ്ട് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്.
ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു വീട് സ്തംഭിച്ചു, കടം മേടിച്ചാലാണ് അവർക്ക് ചികിത്സിക്കാൻ പറ്റുക. നിങ്ങൾ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെന്റിന്റെ ഒരെണ്ണം ഉണ്ടെന്ന് പറയുന്നു, പിന്നെ മോദിയുടെ ഒരെണ്ണം ഉണ്ടെന്ന് പറയുന്നു, കാരുണ്യം ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പക്ഷേ ഒരു ആവശ്യം വന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ല, ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇപ്പൊ മന്ത്രി പറയുന്നുണ്ട് എത്രയോ കോടികൾ ചെലവാക്കിയെന്ന്. അത് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം കൂടി എനിക്കുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയുകയാണ്, ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ കടം മേടിച്ച് ചികിത്സിക്കല്ലാണ്ട് അവർക്ക് നിർത്തിയില്ല. അപ്പൊ ഒരു 1000 രൂപയോ 2000 രൂപയിൽ കൂടുതലൊന്നും കടം തരാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആളുകളും ഇവിടെ ഇല്ല. സാധാരണക്കാരുടെ ഇടയിൽ അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ട് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാ പോകാൻ പറ്റുക? ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോകാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയതിനും കാഷ്വാലിറ്റി സർവീസിനൊന്നും വലിയ കാശില്ലാത്തത്. മരുന്നുകൾ പുറത്തേക്ക് എഴുതും, അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മരുന്നുകൾ പുറത്തേക്ക് എഴുതുള്ളൂ. എന്നാൽ അതിന് കാശ് വേണ്ടി വരും, കൊണ്ടുപോകാനുള്ള വണ്ടിക്കാശ് ബാക്കി കയ്യിലില്ലെന്നേ. അതുകൊണ്ടാണ് ആളുകൾ അതിദരിദ്രര് മാറി എന്നൊക്കെ നിങ്ങൾ വാവുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ആളുകൾ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഒന്നും ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആ പിഴവ് അത് ആരെയാണെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റത്തിന്റെ ആണ് പിഴവ്. ഈ സിസ്റ്റത്തിൽ ആര് പെടും? സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്, ശരിയല്ലേ? അപ്പൊ പിന്നെ സിസ്റ്റത്തിന്റെ പിഴവ് എന്ന് പറയുമ്പോൾ മന്ത്രി തന്നെ സ്വയം ഇത് നമ്മളെ പിഴവാണ് എന്ന് അംഗീകരിക്കല്ലേ? അല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് സമ്മതിക്കില്ല. ഞാനിത് അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. അതായത് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു വ്യക്തി, ഒരു രോഗവുമായിട്ട് എത്തുന്ന വ്യക്തി, അത് നമ്മളാണെന്നോ നമ്മുടെ പ്രിയ മക്കളാണെന്നോ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആണെന്നോ നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നമ്മുടെ മുന്നിൽ എത്തുന്ന വ്യക്തി നമ്മുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും, നമ്മുടെ മകനോ മകളോ ഒക്കെ ആയിട്ട് കാണണം എന്നാണ് ഡോക്ടറോട് ഇവർ പ്രസംഗിച്ചിട്ടുള്ളതും ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളതും കേട്ടോ. ഇവരാണ് ഉപദേശിച്ച എല്ലാവരെയും അങ്ങനെ കാണണം. പക്ഷെ ഇവരത് പ്രാവർത്തികമാക്കില്ല. ഇവർക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു പാർട്ടിക്കാരനായിരിക്കണം, അതായത് ഇവരുടെ പാർട്ടിയിലുള്ള ഒരാളായിരിക്കണം, അല്ലാതെ വേറെ ആരെയും ഇവർക്ക് അങ്ങനെ കാണില്ല. ആ ബിന്ദു ചേച്ചിയൊക്കെ പി ശശിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് പെരുമാറിയത് എങ്ങനെയാണെന്ന് അറിയില്ല. മുഖ്യമന്ത്രി മീഡിയ പേഴ്സൺസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഈ ഇവരൊക്കെയാണ് പറയുന്നത് സ്വന്തം മകൾ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് വേണ്ടിയാണല്ലോ മാസപ്പടി പോലുള്ള കാര്യങ്ങളിൽ വരെ ഇത്രയധികം വിവാദങ്ങൾ വന്നിട്ട് പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ സ്വന്തം മക്കൾ സ്വന്തം മക്കളാണ്, ആരാന്റെ മക്കളുമാണ്. നിങ്ങൾക്ക് അങ്ങനെയാണ്. നിങ്ങൾ എന്തിനാണ് പുറത്ത് വന്ന് ഇങ്ങനെ പോളിഷ് ചെയ്യുന്നത്? അതും ഈ മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ല, നിങ്ങൾ അതൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാനവികതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇജാതി ഡയലോഗുകൾ അടിക്കുന്നത്. സൂപ്രണ്ട് പറഞ്ഞത് 3000 രൂപ കൂടി, 3000 രൂപ ഒരു പ്രോബിന് കൂടി, 3 പ്രോബ് 9000 രൂപ കൂടി. സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് 3000 രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് സൂപ്രണ്ട് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വിലയിൽ നിന്ന് 3000 രൂപ അധികം, സൂപ്രണ്ടോ അത് ആരാണോ വാങ്ങിക്കേണ്ടത്, 3000 രൂപ അധികം കൊടുത്തുകൊണ്ട് ഇത് വാങ്ങി അഴിമതി. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു വർഷമായിട്ട് സർജറികൾക്കുള്ള എക്യുപ്മെന്റ്സ് ആ മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നില്ല എന്നതിന്റെ കാര്യകാരണ സഹിതമുള്ള വിവരണമാണ് പറയുന്നത്. 3000 രൂപ കൂടിക്കഴിഞ്ഞാൽ ഓഡിറ്റിൽ ക്വസ്റ്റ്യൻ വരും. 3000 രൂപ കൂടി എന്നുള്ളതിന് രേഖയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഓഡിറ്റിൽ ക്വസ്റ്റ്യൻ വരും. എന്ത് പൊട്ടത്തരൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? വില കൂടിക്കഴിഞ്ഞാൽ അത് മെൻഷൻ ആക്കാനായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഓഡിറ്ററിനെ അത് ടാലി ആക്കാനായിട്ടുള്ള വിവരം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? 3000 രൂപയുടെ ഇഷ്യൂ വന്നതുകൊണ്ടാണോ ഇത്രയധികം സാധനങ്ങൾ മേടിക്കാൻ പറ്റാതെ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്? ഒരു വർഷമായിട്ട് അദ്ദേഹം സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, അതിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, അതിന് വില വരുന്നത് ഏകദേശം 2 കോടി രൂപയോളാണെന്നാണ് പറയുന്നത്. ആ കാശ് ഇല്ല എന്നാണ് അത്ര ഇദ്ദേഹം ഇതിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഒരു വർഷം മുമ്പ് മുതൽ ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടികൾ. 15 കോടി രൂപ മുടക്കി 4ാം വർഷത്തിന്റെ വാർഷികത്തിൽ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ഫോട്ടോ ഫ്ലെക്സ് അടിച്ച് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വെച്ചു. അതിന് കാശുണ്ടായിരുന്നു. അതുപോലെ മൊത്തം 100 കോടിയാണ് ഈ ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രം പൊടി പൊടിച്ചത്, അതിനും കാശുണ്ടായിരുന്നു. പക്ഷേ ഈ എക്യുപ്മെന്റ് വാങ്ങാനുള്ള 2 കോടി രൂപ ഇല്ല പോലും. എന്നിട്ട് ഇവര് പറയുന്നുണ്ടില്ലേ 3 സർജറി അല്ലാണ്ട് നടന്നായിരുന്നു, അതിൽ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഒരു പ്രോബ് പോയത്. അപ്പൊ ഇവര് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് സർജറികളൊന്നും മുടങ്ങിയിട്ടില്ല, സർജറികൾ നടക്കുന്നുണ്ടെന്നാണ്. അതുപോലെ എക്യുപ്മെന്റ്സ് മേടിച്ചു കൊടുത്തതായിട്ട് ഇവരൊരു സ്ഥലത്ത് പറയുന്നു. ഡോക്ടർ അതിന്റെ വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. 35 ലക്ഷം രൂപയുടെ ഏതാണ്ടൊക്കെ എക്യുപ്മെന്റ്സ് മേടിച്ചിരുന്നു. പക്ഷേ ഒരു സർജറിക്ക് മിനിമം 18-19 എക്യുപ്മെന്റ്സ് വേണം. ഈ എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അണുനശീകരണം ചെയ്യണം. അതുപോലെ ഇതിനെല്ലാം നട്ടും ബോൾട്ടും പോലുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അപ്പോ ഇതൊന്നും പ്രോപ്പർ അല്ല. ഒരു കാര്യം പ്രോപ്പർ അല്ലെങ്കിൽ പോലും ആ സാധനം അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. മനുഷ്യന്റെ ശരീരത്ത് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും സഹിയായിട്ട് കാര്യക്കുള്ള ഒരു കമ്മിയായിട്ടുള്ള ഇദ്ദേഹം, ഞാൻ അങ്ങനെ തന്നെ പറയുക, ഇദ്ദേഹം ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഗം വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? ഇപ്പോഴും സിസ്റ്റത്തിനെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ടൈമിൽ വില കൂടിയത് അപ്ഡേറ്റ് ചെയ്യാത്ത, കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത ഉദ്യോഗസ്ഥരെയാണോ നിങ്ങൾ അവിടെയൊക്കെ വെച്ചിരിക്കുന്നത്? അതിനെപ്പറ്റിയല്ലേ നിങ്ങൾ അന്വേഷണം നടത്തേണ്ട. അതിന് പകരം നിങ്ങൾ ഇപ്പോഴും അന്വേഷിക്കാൻ പോകുന്നത് സർജറികൾ എത്ര നടന്നു. കാരണം മാധ്യമങ്ങളെ നിങ്ങൾക്ക്
ബോധ്യപ്പെടുത്തണം. ഇത്ര സർജറികൾ നടന്നു, ഈ ഡോക്ടർ പറയുന്നത് അത്രയും കള്ളമാണെന്ന്. ഇത്രയും വർഷങ്ങളായിട്ട് ഓരോ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അടക്കം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ജനങ്ങളെ കഴുതകളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെന്റിലേറ്ററിന്, ഒരു ICUവിന് ലക്ഷങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ്. ഒരു വെന്റിലേറ്റർ നൽകണം, ICU സംവിധാനം ഒരുക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ICUനും വെന്റിലേറ്ററിനും ഒക്കെ കോസ്റ്റ് കൂടുതലാണ് എന്ന് തന്നെയാണല്ലോ മന്ത്രി ഇപ്പൊ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് നാട്ടിന് നിരക്കാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് നിരക്കാത്ത ഒരു കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റിന്റെ മേളിലേക്ക് പോകാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട ബാധ്യത കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനില്ലേ? നമ്മുടെ സർക്കാരല്ലേ അത് നിയന്ത്രിക്കേണ്ടത്. സർക്കാരിന് അപ്പുറത്തേക്ക് ഇവിടെ വേറൊരു വാക്കുണ്ടോ? അങ്ങനെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ കോടതി മുഖേന നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തൂടെ? ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അത്രയും ചെയ്യാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല? ആസ്റ്റർ പോലെയുള്ള വലിയ രീതിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ 40,000 രൂപ മുതൽ മരുന്നുകളടക്കം 60,000 രൂപ വരെ പെർ ഡേ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു രോഗിക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കോവിഡ് സമയത്ത് എത്ര അന്യായമായിട്ടായിരുന്നു കോവിഡ് ടെസ്റ്റിന് പിടിച്ചു പറിച്ചിരുന്നത്. ഇതേ ആസ്റ്റർ 2,500 രൂപയാണ് അന്ന് ഒരു കോവിഡ് ടെസ്റ്റിന് എടുത്തിരുന്നത്. എന്റെ അമ്മ 4 ആഴ്ച അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 4 ആഴ്ച കൊണ്ട് 9 ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് എനിക്ക് അവിടെ ചെലവായത്. ഒരുപാട് ആളുകളെ എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചൊരു പണം കൂടിയായിരുന്നു അത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഒരുപാട് പേര് അങ്ങനെ കിടക്കുന്നുണ്ട്, ചാരിറ്റി ആളുകൾ കൊടുത്തിട്ട്, പാവപ്പെട്ട ആൾക്കാർ. പക്ഷെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ 3 ലക്ഷം രൂപയാവുന്ന സർജറി അവിടെ 15 ലക്ഷത്തിനാണ് ചെയ്യുന്നത്. ചാരിറ്റിയിലൂടെ ഈ എമൗണ്ട് വരും. ആർക്കാണ് വരുന്നത്? ഈ ഹോസ്പിറ്റലുകൾക്കാണ് വരുന്നത്. നിയന്ത്രിക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഈ ചാരിറ്റിക്ക് വരുന്ന ആളുകളുടെ എല്ലാം അവരെല്ലാം അഡ്മിറ്റ് ആയിരിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. കാരണം സർക്കാർ ആശുപത്രിയിൽ ഫെസിലിറ്റി ഇല്ല, സർക്കാർ ആശുപത്രിയിൽ സർജൻ ഇല്ല, ഇതേപോലെ എക്യുപ്മെന്റ്സ് ഇല്ല. എന്നിട്ട് ഇവര് വീണ്ടും പറയുന്നത് 2015 മുതൽ 2011 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡേറ്റയും കണക്കെടുക്കണം. 2011 മുതലുള്ള കണക്കെടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഡോക്ടർ പറയുന്നത് നുണയാണെന്ന് തെളിയിക്കണം. 1,600 കോടി രൂപ ഒരു വർഷം 1,600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ ഒരു വർഷം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ സൗജന്യ ചികിത്സയുടെ ഉപഭോക്താക്കളായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു സൗജന്യ ചികിത്സ കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് മറുപടി പറയണം. കാരണം എനിക്ക് എന്റെ ഒരു കസിനൊക്കെ പോയ സമയത്ത് കാരുണ്യ പദ്ധതിക്ക് ഫണ്ടില്ല, മുടങ്ങി കിടക്കാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് സർജറി അവിടെ ചെയ്യേണ്ടി വന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പോ ഇങ്ങനെയാണ് അനുഭവങ്ങൾ എന്നിരിക്കെ നിങ്ങൾ പറയുന്ന 1,600 കോടി എവിടെ പോയെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു. ആശാ വർക്കർമാര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമല്ലേ? നിങ്ങൾ അവര് പറയുന്ന ഓണറേറിയം ആണെങ്കിലും നിങ്ങളാണല്ലോ കൊടുത്തോണ്ടിരുന്നത്. അവരുടെ അവസ്ഥ ഇപ്പൊ എന്താ? അവരെ പറ്റി മിണ്ടുന്നേ ഇല്ലല്ലോ നിങ്ങൾ. അവരിപ്പോഴും സമരം കടന്നുകൊണ്ടിരിക്കുമല്ലേ? പക്ഷെ നിങ്ങൾക്ക് അവരെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഈ പറയുന്ന പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തള്ളി പറയുന്ന സമയത്ത് ഇതും കൂടി ഞങ്ങൾ മറന്നിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. ഏത് പരിശോധിക്കപ്പെടണം? അദ്ദേഹം ഉന്നയിച്ച വിഷയമല്ല പരിശോധിക്കപ്പെടേണ്ടത്. കണ്ടോ, അദ്ദേഹം വേറെ ഒരു ബുദ്ധിമുട്ടായി, അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനെല്ലാം തോന്നിയപ്പോൾ ചെയ്തതായിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടണം. ഏതാ പരിശോധിക്കപ്പെടേണ്ടത്? അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. ഡോക്ടർ ഉന്നയിച്ച വിഷയമല്ല, ഡോക്ടർ അങ്ങനെ പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഒരാൾ ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ല. ഗവൺമെന്റ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതികരിക്കാൻ പാടില്ല. ഇപ്പൊ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ക്ഷീണമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർക്ക് നല്ല പണി. ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറയും. സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. കാഴ്ചപ്പാട് അതാണ്, വർത്താനം ഇതാണ്, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇതാണ്. പക്ഷെ പ്രവൃത്തിയിൽ ഇത് പ്രതീക്ഷിക്കരുത്. വെറും വാഗ്ദാനം, വെറും തള്ളു. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ആഴ്ചയും HOD-മാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് 2 ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും HOD-മാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ. HOD-മാരുടെ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന മന്ത്രിയാണ്. പക്ഷേ സർജറിക്കുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ മെയിന്റനൻസോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഉപകരണങ്ങളോ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ് പർച്ചേസിനൊക്കെ പല നിയമങ്ങളുണ്ട്, ചട്ടങ്ങൾ. സർക്കാർ ആശുപത്രിയിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചാൽ, പണ്ട് എനിക്കൊക്കെ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ എന്താ അസുഖമായിട്ട് കിടന്നെന്നുള്ളത് മറന്നുപോയി. പക്ഷെ എന്റെ ബെഡിൽ തൊട്ടപ്പുറത്താണ് ചിക്കൻ ഗുനിയൊക്കെ ഭയങ്കരമായിട്ട് ഈ സ്പ്രെഡ് ആവുന്ന ഒരു ടൈമാണ്. ആൾക്കാർ ചിക്കൻ ഗുനിയ വന്നവരെയൊക്കെ സെപ്പറേറ്റ് ആ വാർഡിൽ തന്നെ മൂലിക്ക് ഇങ്ങനെ കൊതുപോലേക്ക് ഇട്ട് കിടത്തിയിരിക്കുന്ന ഒരു സമയത്ത് പനി വന്നൊരു കൊച്ചിനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ്, ആ പനി എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ബെഡില്ല, അല്ലെങ്കിൽ താഴെ ഇറങ്ങി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സീനാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു, കാരണം ഇവിടെ കിടന്നിട്ട് വേറെ എന്തെങ്കിലും അസുഖം വരുന്നതിലും നല്ലത് ഞാൻ വീട്ടിൽ പോയി കിടക്കണതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് ആക്കി. അപ്പൊ അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്,
ഇതേ സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ ഇത്രയൊക്കെ പ്രതീക്ഷ മതി. ഇതല്ലേ ഇപ്പൊ മിനിസ്റ്ററും പറഞ്ഞത്. നിങ്ങളെന്തോ ഭയങ്കര നമ്പർ 1. എന്ത് നമ്പർ 1? എന്ത് നമ്പർ 1 ആണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്പർ 1 ആണെങ്കിൽ ഇതൊക്കെ പടപടയെന്ന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രൈവറ്റിലെ പോലെ നിങ്ങൾക്ക് പറ്റില്ല പോലും. നിങ്ങൾക്ക് ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഈ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇത് ഇത്ര കഠിനമാവേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇന്ത്യയിലെ നിയമങ്ങളിൽ ലൂപ്പ് ഹോൾസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. നിങ്ങളത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഇല്ലേ? അപ്പോ നിയമങ്ങൾ മാറ്റി എഴുതിയിട്ടാണെങ്കിലും ഇതെല്ലാം വേഗം വേഗം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രസംഗിച്ചാൽ പോരല്ലോ, പ്രവർത്തിയിൽ അത് വരണ്ടേ? 2015 മുതൽ 2011 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡേറ്റയും. എന്ത് തന്നെയായാലും പറഞ്ഞു വരുന്നത് ഇതാണ്. ഡോക്ടർ ഹാരിസിന് അദ്ദേഹം പോസ്റ്റ് ഇട്ട് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ, സർക്കാരിനെ നാണം കെടുത്തതിന്റെ പേരിൽ നല്ല പണി കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഡാമേജ് ക്ലിയർ ചെയ്യുന്നതിനുള്ള ക്യാപ്സൂൾ ഉണ്ടാക്കാൻ വേണ്ടി 2011 മുതൽ ഇവിടം വരെ എന്തോരം സർജറി ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഫുള്ള് ഡാറ്റ പൊക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡാറ്റ കിട്ടിയിട്ട് വേണമെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, നുണയാണ്, സർക്കാർ വെച്ച് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ പേരിന് ആരെങ്കിലും പഴിചാരാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ പഴിചാരിയിട്ടുണ്ട്. സിസ്റ്റത്തിന്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്ന സർക്കാരല്ലേ എന്ന് ചോദിച്ചാൽ മൗനം. അതിനൊന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട. ഓക്കെ, അപ്പൊ ഈ നിലയിലാണ് എത്തി നിൽക്കുന്നത്. ഇവര് സൗജന്യമായിട്ട് കൊടുത്തു എന്ന് പറയുന്ന സർജറികളുടെ ഒക്കെ ഉപഭോക്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ഇവിടെ കമന്റ് ഇട്ട് അറിയിക്കണം. നമുക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി പറയണം. കാരണം പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ, അവർക്കും അത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കേരള സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക? അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാ. ഒരിക്കലും ഇവരുടെ തെറ്റുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അത് കമ്മിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും സംഖ്യയാണെങ്കിലും കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ചാനൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. തുടർന്നും ആ പിന്തുണകൾ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മാത്രമേ ആവശ്യം വരുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ചാനലിന്റെ നില പഴയതുപോലെ ആവും. ചാനലിൽ നിന്നും നമുക്ക് കാശ് വരാൻ തുടങ്ങും. ഇപ്പൊ നമുക്ക് കാശില്ല, കുറെ ആൾക്കാർ റിപ്പോർട്ട് അടിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഫിനാൻഷ്യലി പിന്തുണയ്ക്കാം. GPay വാട്സപ്പ് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ വാട്സപ്പ് കൊണ്ട് നിങ്ങൾക്ക് അയക്കേണ്ട, ഞാൻ ചെയ്യേണ്ട വാർത്തകൾ, അതുപോലെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാം. പബ്ലിക് ഒപ്പീനിയനിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ വിളിക്കാം. 1000 രൂപ മുതലുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.